ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ രതീഷ്. ഇൻഡോ ഫ്രഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സീസണൽ സെയിൽ, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ലിങ്ക്ഡിൻ എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി വളരെയധികം മാട്രസ് കമ്പനികളാണ് ഈ സീസണൽ സെയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനിൽ 100 ഡേയ്സ് ട്രയൽ ടൈമിൽ വളരെയധികം മാട്രസുകളൊക്കെ വിറ്റഴിച്ചു പോകുന്നുണ്ട്. അപ്പം എനിക്കൊരു പേഴ്സണലായിട്ട് വന്ന ഒരു എൻക്വയറിയിൽ ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചൊരു സംശയമാണ്. 100 ഡേയ്സ് ട്രയൽ പീരീഡിൽ ഒരു മാട്രസ് പർച്ചേസ് ചെയ്തു, നമുക്കത് വീട്ടിൽ വന്ന് നമ്മൾ മെറ്റീരിയൽ ടച്ച് ആൻഡ് ഫീൽ ചെയ്യാനുള്ള യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ അവർ ഓൺലൈനിൽ കണ്ട വെബ്സൈറ്റിലെ ഡീറ്റെയിൽസും മറ്റ് ബ്രൗഷർ ഡീറ്റെയിൽ എല്ലാം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവർ ഓർഡർ ചെയ്ത് മെറ്റീരിയൽ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ആ ഒരു ഫീൽ, ആ ഒരു കംഫർട്ട് അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവർ റിട്ടേൺ ചെയ്തു. അപ്രോക്സിമേറ്റ് ഒരു 30 ദിവസം എങ്ങാണ്ട് അവർ ആ ബെഡ് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ ബെഡ് റിട്ടേൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ റിട്ടേൺ ചെയ്ത ബെഡ് കമ്പനി എടുത്തിട്ട് അതിൻ്റെ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. ചിലപ്പോൾ ക്ലോത്തിന് വല്ല ചെളി പറ്റി കാണും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റീവർക്ക് ചെയ്ത് മറ്റ് കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യാറുണ്ടോ? അങ്ങനെയാണ് എന്നോടൊരു കസ്റ്റമർ ചോദിച്ചത്. ഞാൻ യൂസ് ചെയ്ത മാട്രസ് ഈ 100 ഡേയ്സ് ട്രയൽ പീരീഡിൽ ഏതെങ്കിലും ഒരു വ്യക്തി വാങ്ങി അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് തിരിച്ചു കൊടുത്തിട്ട് അത് റീവർക്ക് ചെയ്തിട്ട് വീണ്ടും സപ്ലൈ ചെയ്ത മാട്രസ് ആണോ എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചു. കാരണം നമ്മൾ ആ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവോ മറ്റോ ഒന്നുമല്ല. എന്നാലും നമ്മളൊരു മാട്രസ് അഡ്വൈസർ എന്നുള്ള രീതിക്ക് അവർക്കുണ്ടായ ഒരു സംശയം എന്നോട് ചോദിച്ചതാണ്. അപ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാട്രസോ അല്ല മറ്റെന്ത് സാധനം വാങ്ങിയാലും ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. മെറ്റീരിയൽ നമ്മുടെ കയ്യിലെത്തിക്കഴിഞ്ഞ് മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുക. അപ്പോൾ ഇത് ഡെലിവറി ചെയ്യാൻ വരുന്ന കമ്പനിയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവോ അല്ല കമ്പനിയുടെ ഡെലിവറി പേഴ്സൺ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ മെറ്റീരിയൽ അൺബോക്സ് ചെയ്യുക. അപ്പോൾ ആരും ചതിയിൽ വീഴാതിരിക്കുക. വീണ്ടും വീഡിയോസും മറ്റു വിവരങ്ങളും തുടർന്നും കാണുക. ഇൻഡോ ഫ്രഞ്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.